ആനുകൂല്യങ്ങൾ നൽകി അവരെയെല്ലാം പാട്ടിലാക്കി വെച്ചിരിക്കുകയാണ്. മുആവിയയും കൂട്ടരും പറഞ്ഞതേ അവർ കേട്ടിട്ടുള്ളൂ. നബിതങ്ങളെ അവർ കണ്ടിട്ടില്ല. ബദറും ഉഹദും അവർ കണ്ടിട്ടേയില്ല, പറഞ്ഞുകേട്ട വിവരമേയുള്ളൂ. അലിയെ അവർ കണ്ടിട്ടില്ല. മഹാന്റെ മഹത്വങ്ങളൊന്നും ആരും അവർക്ക് പറഞ്ഞുകൊടുത്തിട്ടില്ല. അവർ ഉസ്മാൻ തങ്ങളെ കുപ്പായം കണ്ടു, അതിലെ രക്തം കണ്ടു, മരണപ്രതിജ്ഞയെടുത്തു. അലിക്കെതിരെ മരണം വരെ യുദ്ധം ചെയ്യും. ഉസ്മാന്റെ ചോരയ്ക്ക് പകരം ചോദിക്കും, അതാണവരുടെ മുദ്രാവാക്യം. 1,00,000 ഭടന്മാരാണ് മരണപ്രതിജ്ഞയെടുത്ത് സജ്ജമായിരിക്കുന്നത്. 10,000-ത്തിലധികം പേരാണ് ഈ വധത്തിലെ കുറ്റക്കാർ, വിദൂര ദിക്കുകളിലുള്ളവർ. തികഞ്ഞ അച്ചടക്ക ലംഘനമാണ് മുആവിയ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ നേർവഴിക്ക് കൊണ്ടുവരാൻ അലി തങ്ങൾ എല്ലാ ശ്രമങ്ങളും നടത്തി, ഒന്നും വിജയിച്ചില്ല. കത്തുകളയച്ചു, പ്രതിനിധികളെ അയച്ചു, ഫലമില്ല. സിഫീൻ, മുസ്ലിം രക്തം പടർന്നൊഴുകാൻ പോകുന്ന മണൽഭൂമി. അതിനടുത്തുകൂടി യൂഫ്രട്ടീസ് ഒഴുകുന്നു. മുആവിയയുടെ സൈന്യത്തിന്റെ അധീനതയിലാണ് യൂഫ്രട്ടീസ് നദി. അലിക്കും കൂട്ടർക്കും വെള്ളം കൊടുക്കില്ല. സൈന്യാധിപന്റെ പ്രഖ്യാപനം അലിയും സൈന്യവും വളരെ വിഷമത്തിലായി. ദാഹിച്ചു വലഞ്ഞു, ഒരു തുള്ളി വെള്ളമില്ല. അലി ദൂതന്മാരെ അയച്ചു. അവർ സന്ദേശം കൈമാറി. ഇതായിരുന്നു സന്ദേശം: വെള്ളം തടയാൻ പാടില്ല, അത് യുദ്ധമര്യാദക്കെതിരാണ്. മുആവിയ ആ സന്ദേശം തള്ളിക്കളഞ്ഞു. വെള്ളത്തിനു വേണ്ടി ബലപ്രയോഗം നടത്താതെ വയ്യ. അശ്അദ് ബിനു ഖൈസ്, അലി തങ്ങളുടെ സേനാനായകന്മാർ, അവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം പുറപ്പെട്ടു. യൂഫ്രട്ടീസ് നദിയുടെ കാവൽക്കാരുമായി ഏറ്റുമുട്ടി. അവരെ തുരത്തിവിട്ടു. ഇപ്പോൾ യൂഫ്രട്ടീസിന്റെ അധിപൻ അലിയാണ്. അലി ഇങ്ങനെ പ്രഖ്യാപിച്ചു: ശുദ്ധജലം ജനങ്ങൾക്ക് കുടിക്കാനുള്ളതാണ്, അത് തടയാൻ പാടില്ല. ആർക്കു വേണമെങ്കിലും ശുദ്ധജലമെടുക്കാം, തടസ്സമില്ല. എന്തൊരു ഔദാര്യം! ആ ഔദാര്യമില്ലായിരുന്നുവെങ്കിൽ മുആവിയയുടെ സൈന്യം വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിപ്പോകുമായിരുന്നു. അവസാന നിമിഷം വരെയും അലി യുദ്ധം ഒഴിവാക്കാൻ നോക്കി. സമാധാന സംഭാഷണത്തിനായി 4 നേതാക്കളെ അയച്ചു. അവർ മുആവിയയോട് നല്ല രീതിയിൽ സംസാരിച്ചു. ധിക്കാരപരമായിരുന്നു മറുപടി. ഉസ്മാന്റെ ഘാതകരെ പിടിച്ച് ഞങ്ങളെ ഏൽപ്പിക്കണം, എന്നാൽ യുദ്ധം ഒഴിവാക്കാം. നടക്കാത്ത കാര്യമാണ് വാശി പിടിച്ചു പറയുന്നത്. യുദ്ധം ചെയ്തു ഖലീഫയെ തോൽപ്പിക്കണം, എന്നിട്ട് തന്റെ ഭരണം ഉറപ്പിക്കണം, അതാണ് ലക്ഷ്യം. അത് മുഹറം മാസമായിരുന്നു, യുദ്ധം പാടില്ലാത്ത മാസം. മുഹറം കഴിയുന്നവരെ കാത്തിരുന്നു. സഫർ മാസം പിറന്നു. പിന്നെയും സമാധാന സംഭാഷണം നടത്തി. അതും വെറുതെയായി. അലി തന്റെ സൈന്യത്തിന് നൽകിയ നിർദ്ദേശങ്ങൾ ഇവയായിരുന്നു: നിങ്ങൾ യുദ്ധം തുടങ്ങരുത്. യുദ്ധം തുടങ്ങുന്നത് അവരായിരിക്കണം. അതുവരെ കാത്തിരിക്കുക. നിങ്ങൾ യുദ്ധത്തിൽ വിജയിച്ചാൽ ഉടനെ ആക്രമണം നിർത്തണം. പിന്തിരിഞ്ഞോടുന്നവനെ കൊല്ലരുത്. പരിക്കേറ്റവരെ പരിചരിക്കണം. കൊല്ലപ്പെട്ടവരെ അവഹേളിക്കരുത്. സമ്മതമില്ലാതെ ആരുടെയും വീട്ടിൽ കടക്കരുത്. അവരുടെ മുതലുകൾ എടുക്കരുത്. എപ്പോഴും അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളെ തെറിവിളിച്ചാലും സ്ത്രീകളെ ഉപദ്രവിക്കരുത്. യുദ്ധം ഒഴിവാകുമെന്ന പ്രതീക്ഷ അസ്തമിച്ചു. ഘോരയുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് കൂട്ടക്കുരുതിയാണ് പിന്നെ നടന്നത്. യുദ്ധം നീണ്ടുപോയി. രക്തപങ്കിലമായ നാളുകൾ എത്രയോ കടന്നുപോയി. മരിച്ചു വീണവർക്ക് കണക്കില്ല. പരിക്കേറ്റവർ അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. മുആവിയയുടെ സൈന്യത്തിന് ക്ഷീണം ബാധിച്ചു. തോറ്റോടാൻ സമയമായിരിക്കുന്നു. അംറുബിനുൽ ആസ് മുആവിയക്ക് തന്ത്രങ്ങൾ പറഞ്ഞുകൊടുക്കുന്നത് അദ്ദേഹമാണ്. മുആവിയ ചോദിച്ചു: യുദ്ധത്തിൽ നാം പരാജയപ്പെടാൻ പോകുന്നു. അലി വിജയിക്കും. ആ വിജയം ഇല്ലാതാക്കാൻ എന്ത് തന്ത്രമാണ് നിങ്ങളുടെ കൈവശമുള്ളത്? ഒരു തന്ത്രമുണ്ട്, പറയാം. നമ്മുടെ സൈന്യം ഖുർആൻ ഉയർത്തിപ്പിടിക്കണം. യുദ്ധം നിർത്തി ഖുർആനിലേക്ക് മടങ്ങാൻ അലിയുടെ സൈന്യത്തോട് പറയണം. ഖുർആൻ അനുസരിച്ച് വിധിക്കാം എന്ന് പ്രഖ്യാപിക്കണം. നമ്മുടെ ആഹ്വാനം അവർ സ്വീകരിച്ചേക്കാം എങ്കിൽ അവർ ഭിന്നിക്കും, പരസ്പരം കലഹം തുടങ്ങും. നമ്മുടെ ആഹ്വാനം അവർ തള്ളിക്കളഞ്ഞേക്കാം എങ്കിലും അവർ ഭിന്നിക്കും, പരസ്പരം പോരടിക്കും. എന്തൊരു കൗശലം! കൗശലത്തിൽ കുടുങ്ങിയാലും ഭിന്നിക്കും, കുടുങ്ങിയില്ലെങ്കിലും ഭിന്നിക്കും. മുആവിയയുടെ മുൻനിര സൈന്യം മുസ്വഹഫുകൾ പൊക്കിക്കാണിച്ചു. അതിലേക്ക് വിളിച്ചു. അലി വിളിച്ചു പറഞ്ഞു: ഇത് ചതിയാണ്. ചതിയിൽ കുടുങ്ങരുത്. യുദ്ധം തുടരുക. വിജയം നമ്മെ തേടിയെത്തിയിരിക്കുന്നു. യുദ്ധത്തിന്റെ അവസാന ഘട്ടമാണ്. അവർ പരാജയം സമ്മതിക്കാൻ പോവുകയാണ്. പൊരുതി മുന്നേറൂ, വിജയം വരിക്കൂ. ഒരു വിഭാഗം യുദ്ധം നിർത്തിക്കളഞ്ഞു. അവർ വിളിച്ചു പറഞ്ഞു: ഖുർആനിലേക്കാണ് വിളിച്ചത്, അത് സ്വീകരിക്കുക തന്നെ, ഇനി യുദ്ധം വേണ്ട. സ്വന്തം സൈന്യത്തിലെ ഒരു വിഭാഗം യുദ്ധം നിർത്തി നേതാവിനെതിരെ കയർക്കുന്നു. ഒരു വിഭാഗം യുദ്ധം തുടരുന്നു. അവരെയും ഇക്കൂട്ടർ നിർബന്ധിച്ചു പിന്തിരിപ്പിച്ചു. യുദ്ധം നിന്ന് മുആവിയയ്ക്ക് ആശ്വാസമായി. ഇനി അംറിന്റെ കൗശലം രംഗത്തു വരികയാണ്. ഇരുവിഭാഗത്തിൽ നിന്നും ഓരോ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുക. അവർ ഒന്നിച്ചിരുന്നു ചർച്ച ചെയ്ത് തീരുമാനമുണ്ടാക്കുക. മുആവിയ തന്റെ പ്രതിനിധിയെ പ്രഖ്യാപിച്ചു. അംറുബ്നു ആസ് അലി തങ്ങൾക്ക് കാര്യം ബോധ്യമായി. മഹാതന്ത്രശാലിയായ അംറിനെ നേരിടാൻ തന്ത്രം തിരിയുന്ന ആൾ തന്നെ വേണം. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് അലി പ്രഖ്യാപിച്ചു. അംറിന്റെ തന്ത്രങ്ങൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസിന് തിരിയും. പക്ഷെ അലിയുടെ അനുയായികൾ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു: അബൂ മൂസൽ അശ്അരി മതി. അലി എതിർത്തു.
അംറിന്റെ കുതന്ത്രങ്ങളിൽ അബൂമൂസ വീണുപോകും. ശുദ്ധനാണ്. കൗശലം മനസ്സിലാവില്ല. അലി തങ്ങളെ നേരെ അനുയായികൾ തട്ടിക്കയറി. യുദ്ധം തുടരാൻ പറഞ്ഞപ്പോൾ നിങ്ങളെന്നെ എതിർത്തു. തൊട്ടടുത്തെത്തിയ വിജയം നിങ്ങൾ കളഞ്ഞുകുളിച്ചു. ഇപ്പോൾ പ്രതിനിധിയെ വയ്ക്കുന്ന കാര്യത്തിലും നിങ്ങളെന്നെ എതിർക്കുകയാണോ? അനുയായികൾ ബഹളം വെച്ചു. അലി സമ്മതിച്ചു. അബൂമൂസൽ അശ്അരി പ്രതിനിധിയായി. 2 പ്രതിനിധികളും ചേർന്നു വിധി പ്രസ്താവിക്കും. അലി തങ്ങളെ സൈന്യത്തിലെ ഒരു വിഭാഗം പുതിയൊരു വാദവുമായി രംഗത്തു വന്നു. അല്ലാഹുവാണ് വിധികർത്താവ്, മനുഷ്യരെ വിധികർത്താവാക്കാൻ പാടില്ല. ലാ ഹുക്മ ഇല്ലാ ലില്ലാ, അല്ലാഹുവിനല്ലാതെ വിധി കൽപ്പിക്കാൻ അർഹതയില്ല. എല്ലാം അലി കണ്ടറിയുന്നു. യുദ്ധം നിർത്തിയത് വലിയ അബദ്ധം. അബൂമൂസൽ അശ്അരിയെ പ്രതിനിധിയാക്കിയത് 2ാമത്തെ അബദ്ധം. ലാ ഹുക്മ ഇല്ലാ ലില്ലാഹി എന്ന മുദ്രാവാക്യം 3ാമത്തെ തെറ്റ്. 3 പ്രശ്നങ്ങൾ അലി തങ്ങളെ വരിഞ്ഞുമുറുക്കി. അംറുബ്നുൽ ആസും അബൂമൂസൽ അശ്അരിയും പലതവണ ചർച്ച നടത്തി ഒരു തീരുമാനത്തിലെത്തി. അലിയെയും മുആവിയയെയും അധികാരസ്ഥാനങ്ങളിൽ നിന്ന് പിരിച്ചുവിടുക, യോഗ്യനായ ഒരാളെ മുസ്ലിം സമൂഹം ഖലീഫയാക്കുക. ഈ തീരുമാനം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. വമ്പിച്ച ജനം തടിച്ചുകൂടിയിട്ടുണ്ട്. അംറിന്റെ നിർബന്ധം കാരണം ആദ്യ പ്രഖ്യാപനം നടത്താൻ അബൂമൂസ മുന്നോട്ടു വന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ദീർഘമായി ചർച്ച നടത്തി തീരുമാനമെടുത്തു. അലിയെയും മുആവിയയെയും പിരിച്ചുവിടുക, ജനങ്ങൾ ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുക. ഇതാണ് തീരുമാനം. ഈ തീരുമാനപ്രകാരം ഞാൻ അലിയെയും മുആവിയയെയും പിരിച്ചുവിട്ടിരിക്കുന്നു. ഉടനെ അംറ് കയറി വന്ന് പ്രഖ്യാപിച്ചു. എന്റെ കൂട്ടുകാരൻ പറഞ്ഞത് നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ഖിലാഫത്തിൽ നിന്ന് അലിയെ അദ്ദേഹം പിരിച്ചുവിട്ടു. ഞാൻ മുആവിയയെ ഖലീഫയായി നിയമിച്ചിരിക്കുന്നു. അബൂമൂസൽ അശ്അരി പ്രതിഷേധിച്ചു. ഇത് ചതിയാണ്, ഇതല്ല തീരുമാനം. അബൂമൂസ നാണം കൊണ്ട് തല താഴ്ത്തി ലജ്ജാഭാരത്തോടെ അദ്ദേഹം മക്കയിലേക്ക് യാത്രയായി. അലി തങ്ങളെ സൈന്യം 2ആയി വിഭജിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. യുദ്ധം നിർത്തി മധ്യസ്ഥശ്രമത്തെ തഹ്കീം അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും. മധ്യസ്ഥശ്രമത്തെ എതിർത്തവർ സൈന്യത്തിൽ നിന്ന് പുറത്തുപോയി. പുറത്തുപോയവർ എന്ന അർത്ഥത്തിൽ അവരെ ഖവാരിജുകൾ എന്ന് വിളിക്കുന്നു. അവരുടെ എണ്ണം 12,000 വരും. അവരുടെ മുദ്രാവാക്യം ലാ ഹുക്മ ഇല്ലാ ലില്ലാ. അവർ വിധിച്ചു. അലിയും മുആവിയയും കുറ്റക്കാരാണ്. ഹറൂറ എന്ന സ്ഥലത്ത് സംഘടിച്ചു. ജനങ്ങളെ തങ്ങളുടെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. അലി ഖവാരിജുകളെ അനുനയിപ്പിക്കാൻ പല ശ്രമങ്ങളും നടത്തിനോക്കി. ഒന്നും വിജയിച്ചില്ല. പല പ്രമുഖരും അവരുടെ ക്യാമ്പിൽ ചെന്ന് സംസാരിച്ചു. പരാജയപ്പെട്ടു. അവസാനം അലി നേരിട്ട് സംസാരിച്ചു. അലി മസ്ജിദിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ ഇവർ ബഹളം വെക്കും, ബുദ്ധിമുട്ടിക്കും. ലാ ഹുക്മ ഇല്ലാ ലില്ലാ വിളിച്ചു പറയും. നാൾക്കുനാൾ അവരുടെ ശക്തി വർദ്ധിക്കുകയാണ്. അവരുടെ പാർട്ടിയിൽ ചേരാത്തവരെ വധിക്കുക പതിവായി. നെഹ്റവാൻ എന്ന സ്ഥലത്തുവെച്ച് ഖവാരിജുകളുമായി അലി യുദ്ധം നടത്തി. നിരവധി ഖവാരിജുകളെ വധിച്ചു. അവരുടെ ശല്യം തീർന്നുവെന്ന് കരുതി. ശല്യം തീരുകയല്ല, രൂക്ഷമാവുകയാണ് ചെയ്തത്. സ്വന്തം സൈന്യത്തിൽ തന്നെ ഖവാരിജുകളുണ്ട് എന്ന് മനസ്സിലായി. ഇതെന്തൊരു പരീക്ഷണമാണ്! ഷാമുകാർക്കെതിരെയുള്ള യുദ്ധം തുടരണം. സത്യത്തിനുവേണ്ടി നിലകൊള്ളുന്നവരുടെ കടമയാണത്. ചതിപ്രയോഗത്തിലൂടെയാണല്ലോ അധികാരം പിടിച്ചെടുത്തത്. ഒരു സൈന്യത്തെ സജ്ജമാക്കണം, അതായിരുന്നു അലി തങ്ങളെ ചിന്ത. അദ്ദേഹം തന്റെ സൈനിക ക്യാമ്പിൽ ചെന്ന് അവരോട് സംസാരിച്ചു. ഷാമിലേക്ക് പുറപ്പെടാൻ സന്നദ്ധരാവുക. നാം സത്യത്തിനുവേണ്ടി പോരാടാൻ പോവുകയാണ്. അപ്പോൾ സൈന്യത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോവണം. ഞങ്ങളുടെ അമ്പുകൾ തീർന്നിരിക്കുന്നു, വാളുകൾക്ക് മൂർച്ചയില്ല, ഞങ്ങൾ ക്ഷീണിതരാണ്. യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉദാസീനഭാവം. നാട്ടിലേക്ക് പോവാൻ സമയമായിട്ടില്ല. യുദ്ധം ജയിച്ചിട്ട് പോയാ മതി. സത്യത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. യുദ്ധത്തിനൊരുങ്ങാൻ ശക്തമായ കൽപ്പന നൽകി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഖലീഫ ക്യാമ്പ് സന്ദർശിക്കാനെത്തി. വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവിടെയുണ്ടായിരുന്നുള്ളൂ. ആയിരക്കണക്കായ സൈനികർ സ്ഥലം വിട്ടിരിക്കുന്നു. എന്തൊരു ദയനീയമായ അവസ്ഥ! അതേസമയം മുആവിയ ശക്തി സംഭരിക്കുകയായിരുന്നു. പല സൂത്രങ്ങളും പ്രയോഗിച്ച് അലി തങ്ങളെ തളർത്താൻ ശ്രമിച്ചു. അനുയായികളിൽ ചിലരെ സ്വന്തം പാളയത്തിലെത്തിച്ചു. അവരെ ഉപയോഗിച്ചു പല കളികൾ കളിച്ചു. ഐശ്വര്യം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന നാടാണ് ഈജിപ്ത്. അത് കൈവശപ്പെടുത്തണമെന്ന് മുആവിയ തീരുമാനിച്ചു. ഈജിപ്തിൽ അലി നിയോഗിച്ച ഗവർണറായിരുന്നു ഖൈസ് ബിൻ സഅദ്. ഇദ്ദേഹത്തെക്കുറിച്ച് മുആവിയയുടെ ആളുകൾ പല കഥകൾ പറഞ്ഞു പരത്തി. ഇദ്ദേഹം മുആവിയയുടെ ആളാണ്, പരസ്പരം കത്തുകളയക്കാറുണ്ട്, അങ്ങനെ പലതും നാട്ടിൽ പരന്നു. അലി ഇദ്ദേഹത്തെ മാറ്റിപ്പകരം മുഹമ്മദ് ബിൻ അബീബക്കറിനെ നിയോഗിച്ചു. മുഹമ്മദ് ബിൻ അബീബക്കറിനെ തളർത്താനുള്ള എല്ലാ ശ്രമങ്ങളും മുആവിയയുടെ ആളുകൾ നടത്തിക്കൊണ്ടിരുന്നു. അവരുമായുള്ള ഏറ്റുമുട്ടലിൽ മുഹമ്മദ് ബിൻ അബീബക്കർ പരാജയപ്പെട്ടു. ഈ സന്ദർഭത്തിൽ മുആവിയ 6000 പടയാളികളടങ്ങുന്ന സൈന്യത്തെ ഈജിപ്തിലേക്കയച്ചു. അംറുബിന് ആസ്വായിരുന്നു സൈന്യാധിപൻ. അംറ് ഈജിപ്തിലെത്തി ഗവർണറായിരുന്ന മുഹമ്മദ് ബിൻ അബീബക്കറിനെ വധിച്ച അധികാരം കരസ്ഥമാക്കി.
ആയിഷ ബീവിയുടെ സഹോദരനായ മുഹമ്മദുബിൻ അബീബക്കറിന്റെ മയ്യത്തിനോടുപോലും അവഹേളിച്ചു. കിരാതമായ തേർവാഴ്ചകൾ നടന്നു. ചത്ത കഴുതയോടൊപ്പം ചുട്ടുകരിച്ചു എന്നുവരെ ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈജിപ്തിന്റെ ഭരണം മുആവിയ ഏറ്റെടുത്തു. മുആവിയ തന്റെ പ്രതിനിധിയായി യസീദുബിന് ഷജറ എന്ന യോദ്ധാവിനെ മക്കയിലേക്കയച്ചു. മക്ക കീഴടക്കി. മക്കക്കാരിൽ നിന്ന് ബൈഅത്ത് വാങ്ങി മക്ക മുആവിയയുടെ കീഴിൽ വന്നു. യമനിലേക്കും സൈന്യത്തെ അയച്ചു. അലി പക്ഷക്കാരെ വധിച്ചു, അധികാരം പിടിച്ചടക്കി. മുആവിയയുടെ പ്രതിനിധി ബുസ്ർ മദീനയിലെത്തി. ഒരു യുദ്ധത്തിന് നിൽക്കാതെ മദീന കീഴടക്കി. പിന്നെ മുആവിയയുടെ സൈന്യം ജൈത്രയാത്ര നടത്തുകയായിരുന്നു. മദായിൻ അൻബാർ, ദുമത്തുൽ ജന്തൽ, അൽജസീറ തുടങ്ങി നിരവധി പ്രദേശങ്ങൾ പിടിച്ചടക്കി. അലി തങ്ങളെ ഭരണം ഇറാഖിലും ചില ഇറാൻ പ്രദേശങ്ങളിലും ഒതുങ്ങി. മുആവിയ നാൾക്കുനാൾ ശക്തനായിത്തീർന്നു. അലി തങ്ങളെ സ്വന്തം സൈന്യത്തിലുള്ള വിശ്വാസം തകർന്നു. കൽപ്പനകൾ അനുസരിക്കാത്ത വിഭാഗം. മുആവിയയുടെ സൈന്യം ഇടയ്ക്കിടെ ഇറാഖിന്റെ ഗ്രാമങ്ങളിൽ മിന്നലാക്രമണം നടത്തിക്കൊണ്ടിരുന്നു. അവരെ തുരത്തിയോടിക്കാൻ അലി തന്റെ സൈന്യത്തിന് കൽപ്പന കൊടുത്തു. സൈന്യം ഭീരുക്കളും ഉദാസീനരുമായി കാണപ്പെട്ടു. ഈ ഘട്ടത്തിൽ അലി ചെയ്ത പ്രസംഗം ആരെയും ദുഃഖിതരാക്കും. അൻബാർ എന്ന പ്രദേശം മുആവിയ അധീനപ്പെടുത്തിയെന്ന വാർത്ത ഖലീഫയെ ദുഃഖിതനാക്കി. ഞെട്ടിക്കുന്ന വാർത്തയാണ് പിന്നാലെ വന്നത്. തന്റെ ഗവർണറെ വധിക്കുകയും ചെയ്തിരിക്കുന്നു. അലി കോപാകുലനായി വീട്ടിൽ നിന്നിറങ്ങി ഒരു കുന്നിൽ കയറി നിന്നു. താഴെ തന്റെ സൈന്യം തിങ്ങിക്കൂടി നിന്നു. ആ കുന്നിൽ നിന്നുകൊണ്ടായിരുന്നു പ്രസംഗം. പ്രസക്ത ഭാഗം ഇങ്ങനെയാകുന്നു: ജിഹാദ് സ്വർഗത്തിലേക്കുള്ള ഒരു വാതിലാകുന്നു. ആ വാതിലിൽ നിന്ന് മുഖം തിരിക്കരുത്. മുഖം തിരിച്ചാൽ നിന്ദ്യനായി മാറും. അവൻ അപമാനിതനായി ജീവിക്കേണ്ടിവരും. ഞാൻ നിങ്ങളെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. രാത്രിയിലും പകലിലും ഞാൻ നിങ്ങളെ വിളിക്കുന്നു. രഹസ്യമായും പരസ്യമായും വിളിക്കുന്നു. ഇങ്ങോട്ടാക്രമിക്കുന്നതിനു മുമ്പ് അങ്ങോട്ടാക്രമിക്കണം. ഞാൻ എത്ര തവണ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. നിങ്ങൾ ഭീരുക്കളായിപ്പോയി. ഒന്നിനും കൊള്ളരുതാത്തവരായി. എന്റെ വാക്കുകൾക്ക് നിങ്ങൾ വില കൽപ്പിച്ചില്ല. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞല്ലോ. അൻബാർ ആക്രമിക്കപ്പെട്ടു. അവിടുത്തെ ഗവർണർ ഹസ്സാനുബിന് ഹസ്സാനെ കൊലപ്പെടുത്തി. സ്ത്രീകളും പുരുഷന്മാരും കൊല ചെയ്യപ്പെട്ടു. ദുഷ്ടന്മാർ വീടുകൾ കൊള്ളയടിച്ചു. മുസ്ലിം സ്ത്രീകളുടെ ശരീരത്തിലെ ആഭരണം തട്ടിപ്പറിച്ച് കടന്നുകളഞ്ഞു. സകല സാധനങ്ങളും കൊള്ളയെടുത്തു. നമ്മുടെ ജനങ്ങൾ നിരാലംബരും നിസ്സഹായരും നിരായുധരുമായിരുന്നു. ആക്രമിക്കർക്ക് ഒരു പോറൽ പോലും ഏറ്റില്ല. ആക്രമിക്കാൻ വേണ്ടി അവർ സംഘടിച്ചിരിക്കുന്നു. നിങ്ങൾ സത്യപ്രാപ്തിലായിട്ട് പോലും നിങ്ങൾക്ക് സംഘടിക്കാനാവുന്നില്ല. തണുപ്പുകാലത്ത് നിങ്ങളോട് യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ മറുപടി തണുപ്പൊന്നു കഴിയട്ടെ എന്നാവും. ഉഷ്ണകാലത്ത് യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞാൽ ഉഷ്ണമൊന്നു തീരട്ടെ എന്നാവും നിങ്ങൾ പറയുക. തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും ഒളിച്ചോടുന്ന സമൂഹമേ, നിങ്ങൾക്കെവിടെയാണ് രക്ഷ? നിങ്ങളുടെ ധിക്കാരവും നിഷേധവും എന്റെ എല്ലാ ലക്ഷ്യങ്ങളെയും തകിടം മറിച്ചിരിക്കുന്നു. എന്റെ അവസ്ഥ എത്രത്തോളം എത്തിയെന്നറിയാമോ? ഖുറൈശികൾ പറയുന്നു, അബൂത്വാലിബിന്റെ മകൻ ധീരനാണ്, പക്ഷെ യുദ്ധതന്ത്രമറിയില്ല. എന്നെപ്പോലെ യുദ്ധതന്ത്രമറിയുന്നവർ മറ്റാരുണ്ട്? അല്ലാഹുവാണ് സത്യം. 20 വയസ്സ് തികയും മുമ്പേ യുദ്ധക്കളത്തിലിറങ്ങിയവനാണ് ഞാൻ. ഇപ്പോഴും ഞാൻ യുദ്ധസജ്ജനാണ്. എന്തു കാര്യം? എന്റെ സൈന്യം ഭീരുക്കളുടെ കൂട്ടായ്മയായിപ്പോയി. എന്റെ യുദ്ധതന്ത്രം കൊണ്ട് എന്തു ഫലം? എന്തൊരു പ്രസംഗം! ഒരു ധീര നേതാവ് നേരിടുന്ന പരീക്ഷണം. സ്ഥിതിഗതികൾ ഓരോ ദിവസവും മോശമായി വരികയാണ്. സൈന്യത്തിന്റെ ശക്തി ചോർന്നുപോയിക്കൊണ്ടിരുന്നു. സ്വന്തക്കാർ എതിർക്കുകയാണ്, വിമർശിക്കുകയാണ്. ആളുകൾ തന്നെ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും ഉന്നതനാണ് അലി. ഏറ്റവും വലിയ പണ്ഡിതനുമാണ്. ഏറ്റവും കൂടുതൽ ഇബാദത്തെടുക്കുന്ന ആളുമാണ്. ഭൗതിക വിരക്തിയിലും ഒന്നാമൻ. എന്നിട്ടും ആളുകൾ വിട്ടുപോവുകയാണ്. ഒറ്റപ്പെടലിന്റെ വല്ലാത്ത അവസ്ഥ. ഈമാന്റെ പ്രകാശം വഹിക്കുന്നവർ മഹാനെ തേടിയെത്തുന്നു. ഭൗതികതയുടെ നിറപ്പുകിട്ടുകൾ മാഞ്ഞുപോകുമ്പോഴും പുണ്യപുരുഷന്മാരുടെ സാമീപ്യം ആശ്വാസമായി. താൻ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന നബിതങ്ങൾ പുണ്യ റൗള ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ചുറ്റുപാടുകളുടെ സമ്മർദ്ദം കാരണം തനിക്ക് മദീനയിൽ പോവാൻ കഴിയുന്നില്ല. പുണ്യ റൗള ഷെരീഫ് സിയാറത്ത് ചെയ്യാനാവുന്നില്ല. എന്തൊരവസ്ഥയാണിത്! തനിക്ക് താങ്ങും തണലുമായിരുന്ന പ്രിയ പത്നി ഫാത്തിമ വഫാത്തായിട്ട് കാലമെത്രയായി. അവരും പുണ്യ മദീനയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഒന്നു സിയാറത്ത് ചെയ്യാൻ തനിക്കാവുന്നില്ല. എത്ര പരിതാപകരമായ അവസ്ഥയാണിത്! പ്രിയപ്പെട്ട മക്കൾ ഇമാം ഹസൻ, ഇമാം ഹുസൈൻ രണ്ടുപേരും ക്ലേശങ്ങൾ സഹിച്ചു ജീവിക്കുന്നു. തന്നെപ്പോലെ അവരും അപകടങ്ങൾക്ക് മധ്യത്തിലാണ്. തന്റെ നാശം കൊതിക്കുന്നവർ അവരെയും അപായപ്പെടുത്താൻ നോക്കും. എല്ലാ ആക്രമങ്ങളും മരണം എന്ന കവാടം കടക്കുന്നതുവരെ. അതുകഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. നഹ്റവാൻ യുദ്ധം. ഖവാരിജുകൾക്കെതിരെ നടന്ന ഉഗ്രയുദ്ധം. നിരവധി ആളുകൾ വധിക്കപ്പെട്ടു. ഖവാരിജുകളുടെ മനസ്സിൽ നിന്ന് ആ രംഗം മാഞ്ഞുപോയില്ല. തങ്ങളുടെ പ്രിയപ്പെട്ടവർ രക്തത്തിൽ കുളിച്ചു മരിച്ചു കിടക്കുന്ന രംഗം.
പ്രതികാരം ചെയ്യണം. ആ ചിന്ത മനസ്സിൽ നീറിപ്പുകഞ്ഞു. ലോകത്ത് ഏറ്റവും വലിയ കുറ്റം ചെയ്ത 3 പേർ ഖവാരിജുകളുടെ വീക്ഷണത്തിൽ ആ 3 പേർ അലി, മുആവിയ, അംറുബ്നുൽ ആസ് എന്നിവരാകുന്നു. 3 പേരെയും വധിക്കണം. അതിനുവേണ്ടി ഗൂഢാലോചന നടത്തി അവർ ദൃഢപ്രതിജ്ഞയെടുത്തു. ഒരേ ദിവസം ഒരേ സമയം 3 പേരെയും വധിക്കുക, സ്വന്തം ജീവൻ നൽകി ശ്രമം വിജയിപ്പിക്കുക. 3 പേരെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തി. അബ്ദുറഹ്മാനുബിന് മുൽജിം, ബറക്കുബിന് അബ്ദില്ല, അമ്രുബിന് ബക്കർ. അബ്ദുറഹ്മാനുബിന് മുൽജിം അലിയെ വധിക്കണം. ബറക്കുബിനു അബ്ദില്ല മുആവിയയെ വധിക്കണം. അമ്രുബിന് ബക്കർ വധിക്കേണ്ടത് അമ്രുബിനുൽ ആസ്വിനെയാണ്. 3 പേരും പ്രതിജ്ഞയെടുത്തു കഴിഞ്ഞു. തയ്യാറെടുപ്പുകൾക്ക് മാസങ്ങൾ തന്നെ ചെലവഴിച്ചു. മൂർച്ചയുള്ള വാൾ വാങ്ങി വിഷം പുരട്ടി രഹസ്യനീക്കങ്ങൾ നടത്തി. ഹിജ്റ 40-ാം വർഷം റമളാൻ 17 അന്ന് 3 പേരും വധിക്കണം. ബറക്കുബിന് അബ്ദില്ല ഷാം, സിറിയയിലെത്തി നോമ്പും നിസ്കാരവുമൊക്കെ കഴിച്ചുകൂട്ടി. രാവിലെ സുബഹി നിസ്കാരത്തിന് പള്ളിയിലെത്തിയ മുആവിയയെ വെട്ടി. ലക്ഷ്യം തെറ്റി പൃഷ്ഠഭാഗത്താണ് വെട്ടുകൊണ്ടത്. മുറിവ് പറ്റിയതേയുള്ളൂ, വധിക്കപ്പെട്ടില്ല. ബറകയെ പിടികൂടി വധിച്ചുകളഞ്ഞു. വിഷം ഊറ്റിയ വാളാണ് പ്രയോഗിച്ചത്. വിഷം ശരീരത്തിൽ പടരും മുമ്പ് മുറിവേറ്റ ഭാഗം പൊള്ളിക്കണം. തീകൊണ്ട് പൊള്ളിക്കുന്നത് അസഹ്യമായി തോന്നി. അല്ലെങ്കിൽ കടും കൂടിയ മരുന്ന് കഴിക്കണം. ആ മരുന്ന് കഴിച്ചാൽ സന്താനോൽപാദനശേഷി നഷ്ടപ്പെടും. യോഗ്യരായ പുത്രന്മാരുണ്ടല്ലോ, 2 പേർ, യസീദും അബ്ദുള്ളയും, അത് മതി എന്നു വയ്ക്കാം. കടുത്ത മരുന്ന് കഴിച്ചു മുറിവുണങ്ങി. അമ്രുബിനുൽ ബക്കർ ഈജിപ്തിലെത്തി. അമ്രുബിനുൽ ആസ്വിന്റെ ചലനങ്ങൾ നോക്കി മനസ്സിലാക്കി. സുബഹിക്ക് പള്ളിയിലെത്തുമ്പോൾ വെട്ടണം. പറ്റിയ സ്ഥലം കണ്ടുപിടിച്ചൊളിച്ചിരുന്നു. ആ രാത്രിയിൽ അമ്രുബിനുൽ ആസ്വിന് വയറിന് അസുഖം ബാധിച്ചു. പിറ്റേന്ന് സുബഹി നിസ്കാരത്തിന് മസ്ജിദിൽ പോവാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അദ്ദേഹത്തിന്റെ സുരക്ഷാഭടന്മാരുടെ നേതാവാണ് ഖാരിജ. നിസ്കാരത്തിന് നേതൃത്വം വഹിക്കാൻ അന്ന് പള്ളിയിലെത്തിയത് ഖാരിജയായിരുന്നു. ഇരുട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്ന അമ്രുബിനുൽ ബക്കർ ചാടി വീണു ഖാരിജയെ വെട്ടി. അമ്രുബിനുൽ ആസ്വ ആണെന്ന ധാരണയിലാണ് ആഞ്ഞുവെട്ടിയത്. ഖാരിജ വെട്ടേറ്റു വീണു ചലനങ്ങൾ അവസാനിച്ചു. ഷഹീദായി. ഘാതകനെ പിടികൂടി. അമ്രുബിനുൽ ആസ്വിന്റെ മുമ്പിൽ ഹാജരാക്കി. ഘാതകന് അബദ്ധം പറ്റിയെന്നു മനസ്സിലായി. സഹിക്കാനാവാത്ത ദുഃഖം വന്നു. പൊട്ടിക്കരയാൻ തുടങ്ങി. അമ്രു ഘാതകനോട് പറഞ്ഞു, നീ എന്നെ വധിക്കാൻ വന്നു, നിന്റെ ലക്ഷ്യം നടന്നില്ല. അല്ലാഹു ഉദ്ദേശിച്ചതേ നടക്കൂ. ഘാതകൻ വലിയ വേദനയോടെ കരഞ്ഞു. നീ വലിയ സാഹസികനാണല്ലോ. എന്നിട്ടും മരണത്തെ ഭയന്ന് കരയുകയാണോ? ഇല്ല, ഞാൻ മരണത്തെ ഭയക്കുന്നില്ല. എനിക്കെന്റെ ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം കൊണ്ടാണ് കരയുന്നത്. എന്റെ കൂട്ടുകാർ 2 പേരും ലക്ഷ്യം നേടി, എനിക്കതിന് കഴിഞ്ഞില്ല. ഞാനിതാ വധിക്കപ്പെടാൻ പോകുന്നു. അബ്ദുറഹ്മാനുബിന് മുൽജിം വിഷത്തിൽ മുക്കിയ വാളുമായി കൂഫയിലെത്തി. പരിസരമെല്ലാം നിരീക്ഷിച്ചു. രാത്രി തന്നെ ഇരുട്ടിൽ ഒളിച്ചിരിക്കാൻ തുടങ്ങി. ആളുകൾ 17-ാം നോമ്പിന്റെ അത്താഴം കഴിച്ചു. പലരും മസ്ജിദിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അലി തങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി മസ്ജിദിലേക്ക് വന്നു. ഉറങ്ങിക്കിടന്നവരെ വിളിച്ചുണർത്തി. ഇത് ജുമുഅ ദിവസമാണ്. സുബഹിയുടെ സമയമായി. ഘാതകൻ കുറേ നേരമായി ഊരിപ്പിടിച്ച വാളുമായി കാത്തിരിക്കുകയാണ്. അലി അതാ നടന്നുവരുന്നു. കാത്തിരുന്ന നിമിഷമെത്തി. ഘാതകൻ ഇരുട്ടിൽ നിന്ന് ഒറ്റച്ചാട്ടം, ഒറ്റവെട്ട്. തലയിൽ തന്നെയാണ് വാൾ പതിച്ചത്. വാൾ താഴ്ന്നിറങ്ങി രക്തം ചീറ്റി. മുടിച്ചുവപ്പ് വർണ്ണമായി. അവനെ പിടിച്ച് രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അലി തങ്ങളെ ശബ്ദം ആളുകൾ കേട്ടു. അവർ മുമ്പോട്ട് കുതിച്ചു. ഘാതകനെ പിടികൂടി. അലി രക്തത്തിൽ കുളിച്ച് വീണുകിടക്കുകയാണ്. നിസ്കാരം നിർവഹിക്കുക. ജഅദത്തുബിന് ഹുബൈറത്തുബിന് അബീവഹബ് നിസ്കാരത്തിന് ഇമാമത്ത് നിന്നു. നിസ്കാരത്തിനു ശേഷം അലി തങ്ങളെ വീട്ടിലേക്ക് മാറ്റി. തന്റെ ഘാതകന്റെ കാര്യത്തിൽ ഖലീഫ തീരുമാനം പറഞ്ഞു. ഞാൻ മരിക്കുകയാണെങ്കിൽ എന്നെ വധിച്ചതുപോലെ അവനെയും വധിക്കുക. ഞാൻ ജീവിക്കുകയാണെങ്കിൽ അവനെ എന്തു ചെയ്യണമെന്ന് പിന്നീട് തീരുമാനിക്കാം. അവനോട് നല്ല രീതിയിൽ പെരുമാറണം. വധിക്കുകയാണെങ്കിൽ ശരീരം അലങ്കോലപ്പെടുത്തരുത്. കടിക്കുന്ന നായയുടെ ശരീരം പോലും അലങ്കോലമാക്കരുതെന്ന് നബിതങ്ങൾ അരുൾ ചെയ്തിട്ടുണ്ട്. ചുറ്റും കൂടിയവർ ഇങ്ങനെ ചോദിച്ചു, അങ്ങ് വഫാത്താവുകയാണെങ്കിൽ ഞങ്ങൾ ഹസനെ ഖലീഫയായി സ്വീകരിക്കട്ടെയോ? ഞങ്ങൾ ഹസന് ബൈഅത്ത് ചെയ്യട്ടെയോ? ഞാനങ്ങനെ കൽപ്പിക്കുന്നുമില്ല, വിരോധിക്കുന്നുമില്ല. ഇബ്നു മുൽജിം കാര്യങ്ങൾ വ്യക്തമാക്കി. 1000 ദിർഹം കൊടുത്താണ് മേത്തരം വാൾ വാങ്ങിയത്. 1 മാസക്കാലം വാൾ വിഷത്തിലൂട്ടി. അതിനും ചെലവായി 1000 ദിർഹം. സംഭവബഹുലമായ 4 വർഷവും 9 മാസവുമായിരുന്നു അലി തങ്ങളെ ഭരണകാലം. പ്രശ്നസങ്കീർണമായ കാലത്താണ് ഭരണം ഏറ്റെടുത്തത്. പിന്നീട് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായിത്തീർന്നു. വിശ്രമം, ശാന്തി, സമാധാനം ഇവയൊന്നും പിന്നീടുണ്ടായിട്ടില്ല. പുത്രന്മാരായ ഹസനും ഹുസൈനും തൊട്ടടുത്തു തന്നെയുണ്ട്. അവർക്ക് വിലപ്പെട്ട ഉപദേശം നൽകി. അല്ലാഹുവിനെ സൂക്ഷിക്കുക. വാക്കുകളും പ്രവർത്തികളും അല്ലാഹുവിന്റെ തൃപ്തിയിലായിരിക്കണം. ദുനിയാവിന്റെ പിന്നാലെ പോവരുത്. ദുനിയാവിലെ സുഖങ്ങൾ തേടിപ്പോവരുത്.
സത്യം മാത്രം പറയുക. സത്യത്തിനുവേണ്ടി നിലകൊള്ളുക. അനാഥരോട് കരുണ കാണിക്കുക. മറ്റുള്ളവരെ സഹായിക്കണം. അവരുടെ ക്ഷേമത്തിനുവേണ്ടി പ്രവർത്തിക്കണം. അക്രമിയുടെ എതിരാളിയായിരിക്കുക. ആക്രമിക്കപ്പെടുന്നവന്റെ സഹായിയാവുക. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക. പരസ്പരം സഹകരണത്തോടെ പ്രവർത്തിക്കുക. ഇമാം ഹസൻ തങ്ങൾക്ക് നൽകിയ പ്രത്യേക ഉപദേശം ഇങ്ങനെയായിരുന്നു: ജനങ്ങൾക്കു മാപ്പു നൽകുക, കോപമടക്കുക, കുടുംബബന്ധം പാലിക്കുക, വിവരമില്ലാത്തവരോട് പൊറുക്കുക. വെട്ടേറ്റ പകലും പിന്നെ രാത്രിയും കടന്നുപോയി. 2-ാം ദിവസം പുലർന്നു. ആളുകൾ വന്നുകൊണ്ടിരുന്നു. പിറന്നുവീണ മക്ക, കർമ്മരംഗമായിരുന്ന മദീന, അവയെല്ലാം എത്രയോ അകലെയാണ്. വിദൂരമായ കൂഫയിലാണ് തന്റെ അന്ത്യം. 2-ാം പകൽ കടന്നുപോയി. അലി അന്ത്യശ്വാസം വലിച്ചു. ജ്വലിച്ചുനിന്ന ജീവിതം അവസാനിച്ചു. ഇനി ആത്മീയ ലോകത്ത് ജ്വലിച്ചു നിൽക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹസൻ, ഹുസൈൻ, സഹോദരപുത്രൻ അബ്ദുല്ലാഹിബ്നു ജഅഫർ എന്നിവർ മയ്യത്ത് കുളിപ്പിച്ചു. ഹസൻ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകി. എവിടെ ഖബറടക്കും? എവിടെ ഖബറടക്കിയാലും ഖവാരിജുകൾ മാന്തിയെടുക്കുമെന്ന ഭയമുണ്ട്. അത്രക്ക് നിഷ്ഠൂരന്മാരായിട്ടുണ്ട് ഖവാരിജുകൾ. കൂഫയിലെ വീട്ടിനകത്ത് തന്നെ ഖബറടക്കപ്പെട്ടു. ഖബറടക്കൽ സംബന്ധമായി വേറെയും അഭിപ്രായമുണ്ട്. വഫാത്താവുമ്പോൾ അലി തങ്ങൾക്ക് 63 വയസ്സായിരുന്നു. അബൂബക്കർ സിദ്ദീഖ്, ഉമർ എന്നിവരും 63-ാം വയസ്സിലാണ് വഫാത്തായത്. നബി തങ്ങളുടെ വഫാത്തും 63-ാം വയസ്സിൽ. ഉസ്മാൻ തങ്ങൾ വഫാത്തായത് 82-ാം വയസ്സിലായിരുന്നു. അലി അവർകൾക്ക് ഫാത്തിമയിൽ 3 പുത്രന്മാരും 2 പുത്രിമാരും ജനിച്ചു. ഹസൻ, ഹുസൈൻ, മുഹ്സിൻ. 3-ാമത്തെ പുത്രൻ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. കർബല രണാങ്കണത്തിലാണ് ഇമാം ഹുസൈൻ തങ്ങൾ വധിക്കപ്പെട്ടത്. പുത്രിമാർ സൈനബ്, ഉമ്മുകുൽസൂം എന്നിവരായിരുന്നു. ഫാത്തിമ ബീവിയുടെ വഫാത്തിനു ശേഷം അലി തങ്ങള് ചില വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരിൽ ജനിച്ച പുത്രിമാരും പ്രസിദ്ധരായിത്തീർന്നു. ഇവരിൽ മിക്കവരും കർബല യുദ്ധത്തിൽ ഷഹീദായി. അങ്ങനെ അവരുടെ പേരുകൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധം ചരിത്രത്തിൽ രേഖപ്പെട്ടുപോയി. ചില പുത്രന്മാരായ അബ്ബാസ്, ജഅഫർ, അബ്ദുള്ള, ഉസ്മാൻ ഇവർ 4 പേരും കർബലായിൽ ഷഹീദായി. ഉബൈദുള്ള, അബൂബക്കർ ഇവരും കർബലായിൽ രക്തസാക്ഷികളായിത്തീർന്നു എന്ന് ചില രേഖകളിൽ കാണാം. യഹ്യ, മുഹമ്മദുൽ അസ്ഗർ, ഉമർ, മുഹമ്മദുൽ ഔസത്ത്, മുഹമ്മദുൽ അക്ബർ എന്നീ പുത്രന്മാരും വളരെ പ്രസിദ്ധരായിത്തീർന്നു. മുഹമ്മദുൽ അക്ബർ എന്ന പുത്രൻ ഇബ്നുൽ ഹനഫിയ എന്ന പേരിൽ പ്രസിദ്ധനായി. ആ കാലഘട്ടത്തിലെ വലിയ ആത്മീയ ഗുരുവായിരുന്നു. അഗാധമായ പാണ്ഡിത്യവും ഇബാദത്തുകളും അദ്ദേഹത്തെ ആദരണീയനാക്കി തീർത്തു. ആധുനിക കാലഘട്ടത്തിലെ അറബി സാഹിത്യ നിരൂപകന്മാർ പോലും അലി അവർകളുടെ സാഹിത്യ നൈപുണ്യത്തെ വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. പ്രസംഗകലയിൽ അലി തങ്ങള് ഒരത്ഭുത പ്രതിഭാസമായിരുന്നുവെന്നാണ് അവർ വിലയിരുത്തുന്നത്. മുൻകാലക്കാരിലോ പിൻകാലക്കാരിലോ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന പ്രസംഗികരില്ല. ഭാഷാസാഹിത്യത്തിന്റെ അവസ്ഥയും അങ്ങനെ തന്നെ. മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പ്രാസംഗികനും എഴുത്തുകാരുടെ ഇമാമുമായിരുന്നു അലി എന്നാണ് സാഹിത്യ നിരൂപകൻ അഹമ്മദ് ഹസൻ സയ്യാത്ത് രേഖപ്പെടുത്തിയത്. ഏറ്റവും വലിയ തത്വജ്ഞാനിയായിരുന്നു അലി. തത്വജ്ഞാനം ആ കൽബിൽ നിന്ന് പ്രവഹിക്കുകയായിരുന്നു. ഇനി അലി തങ്ങളുടെ ചില വചനങ്ങളിങ്ങനെ: ഒരിക്കലും തിളക്കം കുറയാത്ത മുത്തുമണികൾ. അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക. മറ്റാരിലും പ്രതീക്ഷ വെക്കരുത്. സ്വന്തം പാപങ്ങളെ ഭയപ്പെടുക. മറ്റൊന്നിനെയും ഭയക്കരുത്. അറിയാത്ത കാര്യങ്ങൾ പഠിക്കണം, അതിൽ ലജ്ജ പാടില്ല. പഠിക്കാതെ പാമരനായി ജീവിക്കരുത്. നിങ്ങൾക്കറിയാത്തൊരു കാര്യം ആരെങ്കിലും ചോദിച്ചാൽ എനിക്കറിയില്ല എന്നു തന്നെ പറയണം. ക്ഷമ ധീരതയാകുന്നു. ചിന്ത തെളിഞ്ഞ കണ്ണാടിയാകുന്നു. നല്ല പെരുമാറ്റമാണ് നല്ല ആഭരണം. ഒരാൾക്ക് സ്വീകാര്യത ലഭിക്കുന്നത് മറ്റുള്ളവരുടെ നന്മകൾ കൂടി അയാൾ സ്വീകരിക്കുമ്പോഴാണ്. അല്ലാഹു നിന്നെ സ്വതന്ത്രനായിട്ടാണ് സൃഷ്ടിച്ചത്. പിന്നെന്തിനാണ് നീ മറ്റൊരാളുടെ അടിമയാകാൻ പോകുന്നത്? ബുദ്ധി, ചിന്ത, ആദർശം ഇതൊന്നും പണയപ്പെടുത്തരുത്. വ്യാമോഹം വിഡ്ഢികളുടെ മൂലധനമാകുന്നു. വ്യാമോഹത്തിന്റെ പിന്നാലെ ഓടരുത്. മനുഷ്യൻ തനിക്കറിയാത്തതിന്റെ ശത്രുവാകുന്നു. സ്വന്തത്തെ തിരിച്ചറിയണം. എന്നാൽ പിന്നെ ചതിയും അപകടങ്ങളും ഭയപ്പെടാനില്ല. വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കുക. സ്ഥാനം തെറ്റിയ വാക്കുകൾ അനുഗ്രഹങ്ങൾ തട്ടിത്തെറിപ്പിച്ചുകളയും. ആളുകളോട് അവരുടെ ഗ്രഹണശേഷിക്കനുസരിച്ച് മാത്രമേ സംസാരിക്കാവൂ. മനസ്സ് ക്ഷീണിക്കും, വിശ്രമം നൽകണം. കഴമ്പുള്ള ഫലിതങ്ങൾ പറയാം, ആസ്വദിക്കാം, ക്ഷീണം പോകും. ഇങ്ങനെ ഇമാം അലി തങ്ങള് അവர்களுടെ നിരവധി വചനങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നിരവധി പ്രസംഗങ്ങളും രേഖയായി വന്നിട്ടുണ്ട്. അവയിലെ പദപ്രയോഗങ്ങളും ഉപമകളും വളരെ ആകർഷകമാണ്. മനുഷ്യരുടെ ബുദ്ധിയും ചിന്തയും തട്ടിയുണർത്തുന്നതുമാണ്. പ്രതിഭാസമ്പന്നനായ കവിയായിരുന്നു അലി തങ്ങൾ. നിരവധി വരികൾ ഗ്രന്ഥങ്ങളിൽ കാണാം. കവിതാസമാഹാരങ്ങൾ തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. പൗരുഷത്തിന്റെയും ധീരതയുടെയും ഗാംഭീര്യത്തിന്റെയും പ്രതീകമായിരുന്നു അലി. മുൻകോപിയല്ല, പരുക്കനുമല്ല, നല്ല മയമുള്ള ആളാണ്. വിനയം നിറഞ്ഞ പെരുമാറ്റമാണ്. മുഖത്ത് കോപമോ വെറുപ്പോ പ്രകടമാവാറില്ല.
എപ്പോഴും പ്രസന്നമായ മുഖം, സദാ പുഞ്ചിരി തൂകും, ശാന്തമായ കാൽവെപ്പുകളോടെയാണ് നടപ്പ്. ഗവർണർമാർക്ക് നൽകിയ സന്ദേശത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു: ജനങ്ങളോട് നീതി കാണിക്കുക, സമഭാവന പുലർത്തുക, ജനങ്ങളുടെ ആവലാതികൾ ക്ഷമയോടെ കേൾക്കുക, ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്നതിൽ താമസം വരുത്തരുത്. സക്കാത്തും നികുതിയും പിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയ നിർദ്ദേശം ഇങ്ങനെയായിരുന്നു: ആളുകളുടെ ഇടയിലെത്തിയാൽ സലാം പറയുക, ഗൗരവഭാവം പാടില്ല. അനന്തരം സൗമ്യമായി ഇങ്ങനെ പറയണം: താങ്കളുടെ സ്വത്തിൽ നിന്ന് അല്ലാഹുവിന്റെ അവകാശം സ്വീകരിക്കാൻ ഖലീഫ എന്നെ അയച്ചിരിക്കുന്നു. ആ വിധത്തിൽ വല്ലതും നൽകാനുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിക്കുക. അവർ തന്നാൽ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ മടങ്ങിപ്പോവുക. അവർക്ക് നാൽക്കാലി സമ്പത്തുണ്ടെങ്കിൽ അവരുടെ അനുവാദമില്ലാതെ അവയെ സമീപിക്കരുത്. ഉടമസ്ഥന്റെ സമ്മതത്തോടെ കാലികളെ സമീപിക്കാം, കണക്കെടുപ്പ് നടത്താം. തനിക്ക് ആരിൽ നിന്നും ഒരു സൗജന്യവും ലഭിക്കരുതെന്നായിരുന്നു ഖലീഫയുടെ തീരുമാനം. തന്നെ പരിചയമില്ലാത്ത കച്ചവടക്കാരിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങുക. പരിചയത്തിന്റെ പേരിൽ വില കുറക്കുകയൊന്നും വേണ്ട. വല്ലാത്ത സൂക്ഷ്മത തന്നെ. ബസ്വറയിലെ ഗവർണറായിരുന്നു ഉസ്മാനുബ്നു ഹുനൈഫ്. ബസ്വറയിലെ ഒരു പ്രമുഖൻ അദ്ദേഹത്തെ വിരുന്നിന് ക്ഷണിച്ചു. ഏതാനും പ്രമുഖ വ്യക്തികളാണ് ക്ഷണിക്കപ്പെട്ടിരുന്നത്. സാധാരണക്കാർ ഉണ്ടായിരുന്നില്ല. ഇതറിഞ്ഞ ഖലീഫ ഗവർണർക്ക് താക്കീത് നൽകിക്കൊണ്ട് കത്തയച്ചു. അതിൽ എഴുതിയിരുന്നതിങ്ങനെയായിരുന്നു: ഇബ്നു ഹുനൈഫ് താങ്കളെ ആരോ വിരുന്നിന് ക്ഷണിച്ചതായി അറിഞ്ഞു. മുന്തിയതരം ഭക്ഷണം വിളമ്പിയ സദ്യയിൽ പങ്കെടുത്തു. സാധാരണക്കാരെ ക്ഷണിക്കപ്പെട്ടിട്ടില്ല. പാവപ്പെട്ടവരെ ക്ഷണിക്കാത്ത വിരുന്ന് സംശയാസ്പദമാണെന്ന കാര്യം താങ്കൾ ഓർക്കണം. നല്ലതാണെന്ന് ഉറപ്പുള്ള ആഹാരം മാത്രമേ തൊണ്ടയിൽ നിന്ന് താഴോട്ടിറക്കാവൂ. അലി തങ്ങളെ പ്രസംഗങ്ങളിലെ സാഹിത്യഭംഗി കാരണം അവ പലരും ഉദ്ധരിക്കാറുണ്ട്. ഒരു നേതാവിന്റെ മുറിപ്പെട്ട മനസ്സിന്റെ വേദനയും അതിൽ തുടിച്ചു നിൽക്കുന്ന ചില വാക്കുകൾ. ബാഹ്യമായി നോക്കിയാൽ നിങ്ങൾ ശക്തമായ സൈന്യമാണ്. ആന്തരികമായ നിങ്ങളുടെ അവസ്ഥ ചൊറുപിടിച്ച ഒട്ടകത്തെപ്പോലെയാണ്. എത്ര കാലമാണ് ഞാൻ നിങ്ങളെ തെളിച്ചുകൊണ്ട് നടക്കുക? കീറിത്തുണിഞ്ഞ പഴയ വസ്ത്രം പോലെയാണ് നിങ്ങളുടെ അവസ്ഥ. ഒരു ഭാഗം തുന്നിയെടുക്കുമ്പോൾ മറുഭാഗം കീറിപ്പോവുന്ന അവസ്ഥ. സിറിയൻ സൈന്യം വരുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ വീട്ടിൽ വാതിലടച്ചൊളിച്ചിരിക്കും, പൂച്ചമാളത്തിൽ ഒളിക്കും പോലെ. ധീരനായ പടനായകൻ അവസാനകാലത്ത് ലഭിച്ച സൈന്യത്തിന്റെ അവസ്ഥയാണിത്. മറ്റൊരിക്കൽ പറഞ്ഞ വാചകങ്ങൾ നോക്കൂ. നിങ്ങളുടെ പ്രവർത്തന ശൈലി ശത്രുക്കൾക്ക് പ്രോത്സാഹനം നൽകുന്നു. നിങ്ങളുടെ കൂടെ ഇറങ്ങിപ്പുറപ്പെടുവാൻ സുഖമില്ല. സ്വന്തം വീടുപോലും സംരക്ഷിക്കാനാവാത്ത നിങ്ങൾ എങ്ങനെ നാട് രക്ഷിക്കും? അലി തങ്ങൾ വധിക്കപ്പെട്ടതിനു ശേഷം മുആവിയയും മിറാർബിനു ലംറയും തമ്മിൽ നടന്ന സംഭാഷണം പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. മുആവിയ ചോദിച്ചു: അലി എങ്ങനെയുള്ള ആളായിരുന്നു? അത് പറയാൻ എന്നെ നിർബന്ധിക്കരുത്. മിറാർ ഒഴിഞ്ഞു മാറാൻ നോക്കി. മുആവിയ വിട്ടില്ല, നിർബന്ധം തുടർന്നു. വരുന്നത് വരട്ടെ എന്ന മട്ടിൽ മിറാർ സംസാരിച്ചു. അലി നല്ല ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു. വമ്പിച്ച ശക്തിയുള്ള ആളായിരുന്നു. ശുദ്ധമായ ഭാഷയിൽ ആകർഷകമായി സംസാരിച്ചു. സത്യവും നീതിയും മുറുകെ പിടിച്ചു ജീവിച്ചു. ഭൗതിക സുഖങ്ങൾ ത്യജിച്ചു. പരിത്യാഗത്തിൽ മുമ്പിലായിരുന്നു. അഗാധ പാണ്ഡിത്യത്തിന്റെ ഉടമ, മികച്ച വാഗ്മി, സാഹിത്യകാരൻ, കവി. രാത്രിയിൽ ഇബാദത്തെടുക്കുമ്പോൾ അദ്ദേഹം പൊട്ടിക്കരയുമായിരുന്നു. പട്ടിണിയും ദാരിദ്ര്യവും എന്നും ഒപ്പമുണ്ടായിരുന്നു. പരുക്കൻ വസ്ത്രങ്ങൾ ധരിച്ചു. രുചി കുറഞ്ഞ ഭക്ഷണം കഴിച്ചു. എന്തു സംശയം ചോദിച്ചാലും മറുപടി കിട്ടും. അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നു നിന്ന് സംസാരിക്കാൻ ഞങ്ങൾക്ക് ഭയമായിരുന്നു. അഗതികളെ സഹായിച്ചു. ദുർബലരെ പ്രത്യേകമായി പരിഗണിച്ചു. അല്ലാഹു സാക്ഷി, ചില രാത്രികളിൽ ഞാനദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ആരാധനകളിൽ മുഴുകിയ അവസ്ഥയിൽ ശരീരം വിറയ്ക്കും, തൊണ്ടയിടറും. ആ കരച്ചിലിന്റെ ശബ്ദം എന്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നതുപോലെ തോന്നുന്നു. ഇരുട്ടുള്ള പാതിരാത്രികളിൽ ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിപ്രകാരമായിരുന്നു: ദുനിയാവേ, എന്നെ വിട്ടുപോവുക. നിന്റെ വഞ്ചനയിൽ ഞാൻ വീഴില്ല. എന്നിൽ നിന്ന് നീ യാതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ദുനിയാവേ, നിനക്ക് പ്രായം കുറവാണ്. നീ നൽകുന്ന സുഖങ്ങൾക്ക് ആയുസ് കുറവാണ്. നീ എന്നെ ചതിക്കാൻ നോക്കേണ്ട. ഭൗതിക സുഖങ്ങൾക്കും ആഡംബരങ്ങൾക്കും പിന്നിൽ നിന്റെ വഞ്ചനയുണ്ട്. ആ സുഖങ്ങൾ തേടിപ്പോയവർ വലിയ അപകടത്തിൽപ്പെട്ടു. മുആവിയ ഞെട്ടിപ്പോയി. ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. താടിരോമങ്ങൾ നനഞ്ഞു. താടിയിലൂടെ ഒഴുകിയ കണ്ണുനീർത്തുള്ളികൾ ഉടുപ്പിൽ വീണു നനഞ്ഞു. തൊണ്ടയിടറിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു: അല്ലാഹു അബുൽ ഹസനെ അനുഗ്രഹിക്കട്ടെ. താങ്കൾ പറഞ്ഞതെത്ര വാസ്തവം. അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിൽ നിനക്കുള്ള ദുഃഖം എത്രത്തോളമുണ്ടെന്ന് പറയൂ. തൊണ്ടയിടറിക്കൊണ്ടായിരുന്നു മറുപടി: എന്റെ ദുഃഖം ഒരു പിതാവിന്റെ ദുഃഖം പോലെയാണ്. തന്റെ മടിത്തട്ടിൽ കിടക്കുന്ന പുത്രനെ ശത്രു വധിച്ചാൽ ആ പിതാവിന് എത്ര ദുഃഖമുണ്ടാകുമോ അത്രയാണെന്റെ ദുഃഖം. മുആവിയയ്ക്ക് കൂടുതലൊന്നും പറയാൻ കഴിഞ്ഞില്ല. തന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അദ്ദേഹം ബോധവാനായി. നിയമവാഴ്ച ഉറപ്പാക്കണം. അതാണ് ഒന്നാമതായി വേണ്ടത്. വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്.
അങ്ങനെയുള്ള ശ്രമങ്ങൾ മുളയിൽ തന്നെ നുള്ളിക്കളയണം. അരാജകത്വം അവസാനിപ്പിക്കണം. നാട്ടിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കണം. ഇസ്ലാം മത പ്രചാരണം വ്യാപിപ്പിക്കണം. ഇസ്ലാമിന്റെ ശത്രുക്കളുമായുള്ള യുദ്ധം തുടരണം. നാവികപ്പട ശക്തിപ്പെടണം. കടൽയുദ്ധം അനിവാര്യമായി വരും. മികച്ച ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണത്തോടെ ഭരണപരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ തുടങ്ങി. ഇസ്ലാമിക വിജ്ഞാന കേന്ദ്രങ്ങൾ പല ഭാഗത്തും സ്ഥാപിക്കപ്പെട്ടു. നിരവധി പണ്ഡിതന്മാർ വളർന്നുവന്നു. അവർ ഗ്രന്ഥങ്ങൾ രചിച്ചു. ഇസ്ലാമിക വിജ്ഞാനം വിവിധ ശാഖകളായി വികസിച്ചു. ഓരോ വൈജ്ഞാനിക ശാഖയിലും നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു. ഇസ്ലാമിക രാജ്യങ്ങളുടെ വിസ്തൃതി വളരെ വർദ്ധിച്ചു. തപാൽ സമ്പ്രദായം വളർന്നു. ആശുപത്രികളുണ്ടായി. വിദ്യാലയങ്ങൾ വർദ്ധിച്ചു. ലൈബ്രറികളുണ്ടായി. ദമസ്കസ് ലോകത്തിലെ ഏറ്റവും മികച്ച വൈജ്ഞാനിക കേന്ദ്രമായി വളർന്നു. ലോകസഞ്ചാരികളും ചരിത്രകാരന്മാരും തൊഴിൽ വിദഗ്ധരും അങ്ങോട്ടൊഴുകി വന്നു. ഇസ്ലാം അതിന്റെ യാത്ര തുടരുകയാണ്. ആത്മീയതയുടെ ലോകം വളർന്നു വലുതായി വന്നു. ഹസൻ ബസ്വരി, മഹ്റൂഫുൽ കർക്കി, സരിയുസ്സഖ്തി, ജുനൈദുൽ ബഗ്ദാദി, അബൂബക്കർ ഷിബ്ലി തുടങ്ങിയ ആദ്യകാല സൂഫികളിലൂടെ വന്ന ആത്മീയതയുടെ കൈവഴികൾ, ആ വഴികളിൽ എന്നും അലി തങ്ങളുടെ അദൃശ്യ സാന്നിധ്യമുണ്ട്. ശാഖോപശാഖകളായി ലോകമെങ്ങും വ്യാപിച്ചുകിടക്കുന്ന അഹ്ലുബൈത്തിന്റെ ഓരോ കണ്ണിയും അലി ഫാത്തിമ ദമ്പതികളുടെ പുണ്യചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദിവ്യമായ ആ ഓർമ്മയിൽ വിരാമം നൽകട്ടെ. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരാണ് അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ ബീവിയും. അവർ കാണിച്ചു തന്ന വഴിയിൽ സഞ്ചരിച്ച് അവരോടൊപ്പം സ്വർഗീയ ആരാമങ്ങളിലെത്തിച്ചേരാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.